യേശു അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 12 സംവത്സരമായി രക്തസ്രവത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി, ആമേൻ, യേശുവിനെ കുറിച്ചുള്ള സ്തുതി കേട്ടിട്ട് അവൾ യേശുവിനെ കാണുവാനായിട്ട് വരികയാണ്. അവൾ വരുമ്പോൾ അവിടെ ഹൃദയത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്ങാനും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. എന്ന് വെച്ചാൽ, ഇൻ കേസ് എനിക്ക് കർത്താവിൻ്റെ മുഖാമുഖം കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും, കർത്താവ് എന്നെ തൊട്ടില്ലെങ്കിൽ പോലും, ഞാൻ അവൻ്റെ വസ്ത്രത്തിന് തുമ്പിൽ ഒന്ന് തൊടാൻ സാഹചര്യം കിട്ടിയാൽ ഞാൻ സൗഖ്യമാകും എന്ന വിശ്വാസം അവിടെ അധരങ്ങളിലൂടെ അവൾ ഉരുവിട്ടുകൊണ്ടാണ് ഈ പൊതുജനത്തിന് നടുവിലൂടെ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഒന്നോർത്ത് നോക്കിയേ, എന്തെല്ലാം പ്രതികൂലങ്ങളെ അതിജീവിച്ച അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. കാരണം അന്നത്തെ സമ്പ്രദായ പ്രകാരം രക്തസ്രവമുള്ള സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുവാൻ സാധ്യമല്ല. അവക്കറിയാം, ഏത് ന്യായപ്രമാണം ഉണ്ടെങ്കിലും ഞാൻ യേശുവിൻ്റെ ആ വസ്ത്രത്തിന് തുമ്പിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇതായിരുന്നു അവിടെ ഫെയ്ത്ത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു, അവിടെ മനസ്സിൽ അവൾ ഉറപ്പിച്ചു, ഞാൻ അവൻ്റെ വസ്ത്രത്തുമ്പിൽ തൊട്ടാൽ സൗഖ്യമാകും. ആ ഒരു ഉറപ്പോടുകൂടെ അവൾ വന്ന് യേശുവിനെ തൊടുക. യേശു അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ അഭിഷേകം നിന്നെ രക്ഷിച്ചു എന്നല്ല, നിന്റെ ഉപവാസം നിന്നെ രക്ഷിച്ചു എന്നല്ല, നിന്റെ വിശുദ്ധി നിന്നെ രക്ഷിച്ചു എന്നല്ല, അവളോട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഫെയ്ത്ത് എവിടെ ഉണ്ടോ അവിടെ എന്തുണ്ട്? അവിടെ അഭിഷേകം വ്യാപരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ അവിടേക്ക് അഭിഷേകം ഒഴുകും. അഭിഷേകം ഒഴുകും. വിശ്വാസം അഭിഷേകത്തെ ആകർഷിക്കുമ്പോൾ സംശയം അഭിഷേകത്തെ നമ്മിൽ നിന്ന് ദൂരേക്ക് മാറ്റിക്കളയും. ഒന്നുകൂടെ പറയാം, വിശ്വാസം ദൈവശക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കുമ്പോൾ സംശയം നമ്മിൽ നിന്ന് ദൈവശക്തിയെ ദൂരത്താക്കി കളയും. അഭിഷേകവും വിശ്വാസത്തെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. എവിടെ വിശ്വാസം സജീവമാകുന്നു അവിടെ അഭിഷേകത്തിന്റെ എണ്ണ ഒഴുകുക തന്നെ ചെയ്യും. ധൈര്യത്തോടെ വിശ്വസിക്കുക. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം റെസ്പോണ്ട് ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം പ്രവർത്തിക്കുന്നത്. ആരാണ് വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. ആര് ചർച്ചിൽ പോകുന്നു അവർക്ക് വേണ്ടി നല്ല എഴുതിയിരിക്കുന്നത്. ആര് ഉപവസിക്കുന്നു അവർക്ക് വേണ്ടി നല്ല എഴുതിയിരിക്കുന്നത്. ആര് അങ്ങനെ ഇങ്ങനെയെന്നല്ല, ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. രോഗസൗഖ്യമാണോ? വിശ്വസിക്ക്. ഒരു കുടുംബജീവിതത്തിൽ ഒരു ഡെലിവറൻസ് ആണോ? വിശ്വസിക്ക്. ഹല്ലേലൂയ. ശരീരത്തിൽ ഒരു ഡെലിവറൻസ് ആണോ? വിശ്വസിക്ക്. എന്തു തന്നെയാണെങ്കിലും വിശ്വാസം കൂടാതെ ദൈവശക്തിയെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല.